ഇങ്ങനെ ഖുർആൻ ഒരുപാട് ചോദ്യങ്ങൾ ഇടുകയാണ്. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, ഇതെല്ലാം സൃഷ്ടിച്ചത് സംവിധാനിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയത് ആ റബ്ബാണെങ്കിൽ അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവന് പുറമെ നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? ഏത് മഹാനോടാണ് നിങ്ങൾ തേടുന്നത്? ഏത് മഹദിയോടാണ് നിങ്ങൾ സങ്കടം പറയുന്നത്? ഏത് ജാറത്തിൽ പോയിട്ടാണ് നിങ്ങൾ നേർച്ചയാക്കുന്നത്? ഏത് ഔലിയാക്കളോട്, ഏത് അമ്പിയാക്കളോട്, ഏത് മഹാനോട് പോയിട്ടാണ് നിങ്ങൾ സങ്കടം പറയുന്നത്? അവരാരാകട്ടെ എന്താകട്ടെ, അവരാരെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതെനിക്കൊന്ന് കാണിച്ചു തരൂ എന്നത് വിശുദ്ധ ഖുർആൻ ലോകത്തോട് നടത്തുന്ന വെല്ലുവിളിയാണ്. ഇതാ ഖുർആൻ ഒരു ഉദാഹരണം പറയുകയാണ്. ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിക്കുകയാണ്. ജാതി മതഭേദമന്യ ഖുർആൻ സകല മനുഷ്യരെയും വിളിച്ചിട്ട് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് അല്ലാഹ് പറഞ്ഞത്? യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ദുരിബ മതലുൻ, ഇതാ നിങ്ങൾക്കൊരു ഉദാഹരണം. ഫസ്തമിഊ ലഹ്, നിങ്ങൾ ആ ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കണേ. വെറുതെ അലസമായി കേട്ടിരുന്നാ പോരാ, നിങ്ങൾ ശ്രദ്ധയോടെ ആ ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? എന്തിനെയാണ് നിങ്ങൾ വിളിക്കുന്നത്? ലയഖ്ലുഖൂ ദുബാബാ, ഒരു ഈച്ചയെ പോലും പടക്കാൻ അവർക്ക് കഴിയില്ല. മനുഷ്യരെ, ലോകത്തിന് അല്ലാഹുവിന് പുറമെ മനുഷ്യരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിവേദ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യരുണ്ടാക്കി വെച്ച, അവരുടെ മനസ്സുകളിൽ സ്ഥാനം പിടിച്ച കോടാനുകോടി സങ്കല്പ ദൈവങ്ങളുണ്ട്. അല്ലാഹ് പറയാ, ലയഖ്ലുഖൂ ദുബാബാ, ഒരു ദുബാബിനെ, ഒരു ഈച്ചയെ പോലും പടക്കാൻ അവർക്ക് കഴിയില്ല. വലവിജ്തമഊ ലഹു, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി, ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരുണ്ടാക്കി വെച്ച മനുഷ്യരുടെ ആരാധ്യ വസ്തുക്കൾ അതെല്ലാം ഒരുമിച്ച് കൂടിയാലും ശരി, മനുഷ്യരെ, നിങ്ങളുടെ മുന്നിൽ പാറി നടക്കുന്ന നിസ്സാര ജീവിയായ ദുബാബിനെ, ഈച്ചയെ, അതിന് സൃഷ്ടിക്കാൻ പോലും കഴിവില്ലാത്തവരാണ്. അത്തരം ആളുകളോട് പോയിട്ടാണ് നിങ്ങൾ പറയുന്നത്, കല്യാണം കഴിഞ്ഞ മക്കളില്ലാതെ വന്നപ്പോ കെട്ടിപ്പൊക്കിയ ജാറം അന്വേഷിച്ച് നീ യാത്ര പോവുകയാണ്. അവിടെ ചെന്ന് നേർച്ചയാക്കുകയാണ്, അവിടെ ചെന്ന് സങ്കടം പറയുകയാണ്. ഒരു കുഞ്ഞിക്കാല് കാണാനായി, ഒരു കുഞ്ഞുണ്ടാകാനായി അവിടെ പോയി നീ അതാ പ്രാർത്ഥിക്കുകയാണ്. തൊട്ടില് കെട്ടി നീ നേർച്ചയാക്കുകയാണ്. നിന്റെ വിശ്വാസം എന്താ? ഈ ജാറത്തിൽ അന്ധവിശ്രമം കൊള്ളുന്ന തങ്ങള്, ഇവിടത്തെ ശൈഖ്, ഇവിടത്തെ വലിയ, ഇവിടത്തെ മഹാൻ, ഇവിടത്തെ മഹദി, ഇവിടത്തെ ബീവി, എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് മക്കളെ തരുമെന്നാണ്, എന്റെ കച്ചവടത്തിൽ എനിക്ക് ലാഭം തരുമെന്നാണ്, എന്റെ കുടുംബത്തിന്റെ മാറാരോഗം മാറ്റിത്തരുമെന്ന വിശ്വാസത്തോടെ അല്ലാഹു അല്ലാത്തവരിലേക്ക് നിന്റെ മനസ്സ് നീങ്ങിപ്പോകുമ്പോ അല്ലാഹ് പറയാ, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും കഴിയില്ല മനുഷ്യരെ. മാത്രമല്ല, ആ ഈച്ചയെങ്ങാനും അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തട്ടിയെടുത്താൽ ഈച്ചയിൽ നിന്നത് തിരിച്ചു പിടിക്കാനും അവർക്ക് സാധ്യമല്ല. അതേ, തേടുന്നവനും തേടപ്പെടുന്നവനും, പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവനും, അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലർ തന്നെ. എത്ര സിമ്പിളായ ഉദാഹരണം, ഏതൊരാൾക്കും മനസ്സിലാകുന്ന ശൈലിയിലാണ് ഖുർആൻ പറഞ്ഞത്. 22-ാം അധ്യായത്തിന്റെ 73-ാമത്തെ വചനമാണ്. നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരെയാണോ വിളിക്കുന്നത്? കഴിയില്ല മനുഷ്യരെ, നിങ്ങളുടെ പ്രയാസം മാറ്റിത്തരാൻ അവർക്ക്. നോക്ക്, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വീണ്ടും പറയുകയാണ്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. വിശുദ്ധ ഖുർആൻ 35-ാം
അധ്യായം സൂറ അൽ ഫാത്തിർ അതിന്റെ 13-14 ആയത്തുകളാണ്. എന്താണ് ഇവിടെ അല്ലാഹ് പറയുന്നത്? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ അല്ലാഹ്ക്ക് പുറമെ ആരെയാണോ നിങ്ങൾ വിളിച്ചു ദുആയിരുന്നു കൊണ്ടിരിക്കുന്നത്, മാ യംലികൂന മിൻ ഖുത്മീർ, ഒരു ഈത്തപ്പഴ കുരുവിന്റെ ഉണങ്ങിയ പാട അത്ര പോലും ഉടമപ്പെടുത്താൻ അവരാരും തന്നെ കഴിവുള്ളവരല്ല. ഒരു ഈത്തപ്പഴത്തിനകത്തിരിക്കുന്ന കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ രൂപത്തിലുള്ള ഉണങ്ങിയ പാടയുടെ അത്ര പോലും അധീനപ്പെടുത്താൻ ഉടമപ്പെടുത്താൻ അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിക്കുന്ന ആരെല്ലാം ഉണ്ടോ എന്തെല്ലാം ഉണ്ടോ അവർക്കാർക്കും കഴിയില്ല. മനുഷ്യരെ, ഇൻ തദഊഹും, അവരെ വിളിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ കേൾക്കാൻ അവർക്ക് കഴിയില്ല. ഇനിയോ വലൗ സമിഉ, കേൾക്കുമെന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചാൽ തന്നെ, അങ്ങനെ ഒന്ന് വിചാരിച്ചാൽ തന്നെ കേൾക്കുമെന്ന് അതിനൊരിക്കലും അർത്ഥമില്ല. അങ്ങനെ കേൾക്കുമെന്ന് നിങ്ങൾ ഒന്ന് വാദിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, അവരാകട്ടെ നിങ്ങൾക്ക് ഉത്തരം തരികയും ഇല്ല. ഇനി സംശയം വേണ്ട, ഖുർആനാണ്, അല്ലാഹയാണ് പറയുന്നത്. അവര് കേൾക്കൂല. കേൾക്കുമെന്ന് പറഞ്ഞ് തർക്കിക്കണ്ട. നിങ്ങൾ പോയതെന്തിനാ? നിങ്ങൾ അവരോട് തേടിയതെന്തിനാ? കേൾക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, ഉത്തരം കിട്ടാൻ വേണ്ടിയല്ലേ? ഇല്ല മനുഷ്യരെ, നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം തരാൻ അവർക്ക് കഴിയില്ല. ആയത്ത് തീർന്നു? ഇല്ല. പിന്നെ അല്ലാഹു അതിനോട് ചേർത്തിക്കൊണ്ട് പറയുകയാണ്, മാത്രവുമല്ല വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവരെ നിഷേധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്ത ദുആ നിഷേധിക്കുമെന്നല്ല, നിങ്ങൾ ചെയ്ത പ്രാർത്ഥന അവർ നിഷേധിക്കുമെന്നല്ല, നേരെ മറിച്ച് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവരെ നിഷേധിക്കും. എന്ത് മനസ്സിലായി? അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടം ശിർക്കാണ്. മുഹ്ദീശയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, അമ്പിയാക്കളെ സഹായിക്കണേ, ഔലിയാക്കളെ കനിയണേ, ജാറത്തിലെ ശൈഖ്, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളെ, ബീവിയെ കച്ചവടത്തിലെ ബർക്കത്ത് തരണേ, എന്റെ കുട്ടിന്റെ സൂക്കേട് മാറ്റണേ, ഗൾഫിൽ പോയി എന്റെ ഭർത്താവിന് ജോലി കിട്ടണേ, എന്റെ മക്കളുടെ വിദ്യാഭ്യാസം നന്നാക്കണേ. ഇങ്ങനെ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരോട് തേടിയാലും സഹോദരങ്ങളെ ആ തേട്ടം ശിർക്കാണ്. ഖുർആനാണ് പറയുന്നത്, അല്ലാഹയാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സൂക്ഷ്മജ്ഞാനിയായ റബ്ബുൽ ആലമീനായ പടച്ചതമ്പുരാനെ പോലെ വേറെ ആരാടോ ഉള്ളത്? വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായ സൂറത്തുൽ ഫാത്തിറിന്റെ 13-14 ആയത്തുകളാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് മനുഷ്യരെ, റബ്ബിനോടല്ലാതെ നിങ്ങൾ തേടരുത്. ആ തേട്ടം ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, അല്ലാഹ് പൊറുക്കാത്ത പാപമാണ്. നിങ്ങൾക്കറിയോ, ഖുർആനിൽ ഒരു പാപം അല്ലാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പൊറുക്കില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു പാപം ഏതാണ്? അത് ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടമാണ്. ഖുർആൻ എവിടെയാ അത് പറഞ്ഞത്? 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 116-ാമത്തെ ആയത്തിൽ എന്താ അല്ലാഹ് പറഞ്ഞത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയേ ഇല്ല, അയ്യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കുന്നത്, എന്നാൽ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ضل ضلالا بعيدا, അവൻ ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുകയാണ്, വ്യക്തമായ വഴികേടിലാണ്, അങ്ങേ അറ്റത്തെ വഴിപിഴവിൽ തന്നെയാണ്. ആര്? അല്ലാഹു അല്ലാത്തവരോട് തേടുന്നവന്. ഇവിടെ അല്ലാഹ് പറഞ്ഞതെന്താ? അല്ലാഹ് പൊറുക്കില്ല. എന്ത് പൊറുക്കില്ല? അല്ലാഹു അല്ലാത്തവരോട് തേടുന്നത്, അല്ലാഹു അല്ലാത്തവരോടുള്ള തേട്ടം അല്ലാഹ് പൊറുക്കില്ലെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ ഒരേ ഒരു പാപമാണ്.
4-ാം അധ്യായം 116-ാമത്തെ വചനം. അള്ള പൊറുക്കൂല മനുഷ്യരെ. തേടരുത്, ഉഹദ് ഷെയ്ഖിനോട് തേടരുത്, റിഫായി ഷെയ്ഖിനോട് തേടരുത്, മമ്പുറം തങ്ങളോട് തേടരുത്, ഉപ്പാപ്പചാരത്തിൽ പോയിട്ട് നേർച്ചയാക്കരുത്. നിങ്ങൾ പോകരുത് ഭീമാ പള്ളിയിൽ, നിങ്ങൾ പോകരുത് ഏർവാടിയിൽ, നിങ്ങൾ പോകരുത് അജ്മീർ, നിങ്ങൾ പോകരുത് കാഞ്ഞിരമറ്റത്ത്, നിങ്ങൾ പോകരുത് ഭീമാ പള്ളിയിൽ, നിങ്ങൾ പോകരുത് ഉച്ചറുപ്പ് പല്ലടിക്കൽ, നിങ്ങൾ പോകരുത് കടുവാപ്പള്ളിയിൽ. നിങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ, കച്ചവടത്തിൽ ലാഭം കിട്ടാൻ, കുടുംബത്തിന്റെ രോഗം മാറാൻ പോകേണ്ടത് അല്ലാഹു അല്ലാത്തവരിലേക്കല്ല, അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ മനസ്സ് മടങ്ങേണ്ടത്.